എല്ലാവർക്കും നമസ്കാരം. ചില ദിവസം അങ്ങനെയാണ്, നല്ല പോസിറ്റീവ് എനർജി ഉള്ള നല്ല പോസിറ്റീവ് വൈബുള്ള ന്യൂസ് കിട്ടും. നിങ്ങൾക്കും ഈ ന്യൂസ് കേട്ട ഉടനെ അങ്ങനെ ഒരു വൈബ് ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇതിന്റെ ഹെഡ്ലൈൻ തന്നെ ഇങ്ങനെയാണ്: സ്മാർട്ട് പരിശോധനയുമായി രക്ഷയ്ക്കെത്തി മലയാളി ഡോക്ടർ എന്നാണ്. വിമാനത്തിൽ യാത്രക്കാരിക്ക് ദേഹാസ്വാസ്ഥം ഉണ്ടാവുകയും ഒരു ഡോക്ടർ വന്ന് രക്ഷിക്കുന്നതാണ്. പക്ഷേ അതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് ലൈഫ്, നമ്മുടെ ഇന്നത്തെ ജീവിക്കുന്ന നമ്മുടെ ഒരു ടെക്നോളജി ഇത്രയും വളർന്ന ഒരു ലൈഫിൽ നമുക്ക് ഒരാളെ രക്ഷിക്കാൻ അതും ഉപകാരപ്രദമാകുമെന്നുള്ള വലിയൊരു മെസ്സേജാണ് ലോകത്തെല്ലാവർക്കും ഈ ഒരു മലയാളി ഡോക്ടർ കൊടുക്കുന്നത്. അപ്പം എല്ലാ മലയാളികൾക്കും ഭയങ്കര ഒരു എന്തൊരു പ്രൗഡ് മൊമെന്റ് ആയിരിക്കും സംഭവം. എന്ന് വെച്ചാൽ ചൊവ്വാഴ്ച രാത്രി ന്യൂഡൽഹിയിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനത്തിൽ 56 വയസ്സുകാരിയായ ഒരു യാത്രക്കാരിക്ക് പെട്ടെന്ന് തലകറക്കം ഉണ്ടാവുകയും റിപ്പീറ്റഡ് ആയിട്ട് വോമിറ്റിംഗ് എപ്പിസോഡ് ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോഴത്തേക്ക് ആ ക്രൂ മെമ്പർ അവരുടെ ഡോക്ടർ ഉണ്ടോ എന്ന് തിരക്കുകയും അതിലാണ് ഡോക്ടർ GGV എന്ന് പറയുന്ന ഒരു ഡോക്ടർ, ആലുവക്കാരനായ ഡോക്ടർ എത്തുകയും മലയാളിയാണ് സാറ് വന്ന് പരിശോധിക്കുകയും ചെയ്യുന്നു. ആദ്യം ആ രോഗിയെ നിലത്ത് കിടത്തുകയും അതിനുശേഷം സാർ ഉപയോഗിച്ചിരുന്ന ഒരു സ്മാർട്ട് വാച്ച്, ആപ്പിളിൻ്റെ വാച്ച് ആവാനാണ് സാധ്യത, അത് രോഗിയിലേക്ക് വെക്കുകയും അവരുടെ BP SpO2 BP എല്ലാവർക്കും അറിയാവുന്നതാണ്. SpO2 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓക്സിജൻ്റെ അളവ് നോക്കുന്നതാണ് 94 ആണ് നോർമൽ. അതിൽ താഴെയാണെങ്കിൽ ഓക്സിജൻ കുറവെന്ന് പറയാം. ഇത് പരിശോധന സമയത്ത് ഓക്സിജൻ്റെ അളവ് കുറയുകയും നമ്മുടെ BP വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത ശേഷം അവിടെയുള്ള ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ നിന്ന് അതിനുള്ള ആവശ്യമായ മരുന്ന് കൊടുക്കുകയും ഓക്സിജൻ കൊടുക്കുകയും അവരെ രക്ഷിച്ച് അവർ ഇപ്പം വളരെ സുഖം പ്രാപിച്ചു എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് വന്നത്. ഇതിൽ നമ്മൾ ടേക്ക് ഹോം മെസ്സേജ് ആയിട്ട് എടുക്കേണ്ട 2 കാര്യമുണ്ട്. ഒന്ന്, ടെക്നോളജി എന്ന് പറയുന്നത് നമ്മൾ ഡേ ടു ഡേ ലൈഫിനെ എത്രത്തോളം ഇപ്പം സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഒരു ചെറിയൊരു സ്മാർട്ട് വാച്ച് വെച്ചിട്ട് നമുക്ക് BP ചെക്ക് ചെയ്യാം, ഓക്സിജൻ്റെ അളവ് നോക്കാം, ഒരാളെ ജീവൻ തന്നെ രക്ഷിക്കാമെന്ന് ഓൺ എയർ ആണ് രക്ഷിച്ചത്. സോ വളരെ എന്താ പറയുക, ഭയങ്കര പോസിറ്റീവായിട്ടൊരു ന്യൂസാണ്. സോ ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റാണ്. കാരണം ലോകത്ത് മൊത്തത്തിൽ ഭയങ്കര ഒരു അവയർനെസ് കൊടുക്കാൻ ഇത് കഴിഞ്ഞു. ചെറിയൊരു സ്മാർട്ട് വാച്ച് തൊട്ട് ഒരാളെ ജീവൻ തന്നെ രക്ഷിക്കാം അതും ഒരു മലയാളി ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു പ്രൗഡ് മൊമെൻ്റ് തന്നെയാണ്. സോ 2 ടേക്ക് ഹോം മെസ്സേജ് ഉണ്ട്. ഒന്ന്, എല്ലാ ഡോക്ടർമാരും സ്മാർട്ട് വാച്ച് ഉപയോഗിക്കുക. സോ എമർജൻസി സിറ്റുവേഷനിൽ നമുക്കത് ഉപയോഗിക്കാം എന്ന് ഒരു മെസ്സേജ്. പിന്നെ രണ്ടാമത്തെ മെയിൻ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് എല്ലാവരെയും പഠിപ്പിക്കുക എന്നാണ്. ഇപ്പോൾ അതിനകത്ത് ഒരു ഡോക്ടർ ഉണ്ടായത് കൊണ്ടാണ് അത് അവരെ രക്ഷിക്കാൻ പറ്റിയത്, അല്ലാന്നുണ്ടെങ്കിൽ ഇഷ്യൂ ആയാണ് അവിടെ. സോ അതുകൊണ്ട് എല്ലാവർക്കും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം ചോക്കിങ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഒരു മെത്തേഡ് ഉണ്ട്, ഹെൽമിഷ് മെത്തേഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നെഞ്ചിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ബാക്കിൽ നിന്ന് ഒരാൾ. സോ അത്. രണ്ടാമത്തത് ഇത് കണക്കുള്ള BPയുടെ നോർമൽ വാല്യൂസ്, ഷുഗറിൻ്റെ ഒരു വാല്യൂസ്, ഇപ്പോൾ പെട്ടെന്ന് തലകറക്കം വന്നാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ CPR കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ എല്ലാവരിലും എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലുമൊക്കെ രക്ഷിക്കാനൊരു സാഹചര്യം ഉണ്ടാവും. ആ 2 ടേക്ക് ഹോം മെസ്സേജാണ് നമുക്ക് ഈ വാർത്തയിൽ നിന്ന് കിട്ടുന്നത്. സോ എല്ലാവരും സ്മാർട്ട് വാച്ച് വാങ്ങുക, പ്രത്യേകിച്ച് ഡോക്ടേഴ്സ്. ഓക്കെ, താങ്ക് യു.